ഇവിടെ വിദ്യാഭ്യാസത്തിന് കുറവില്ല. ഇത്രയധികം ആളുകൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന മറ്റൊരു നാടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഒരു കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള, ഗൗരവകരമായിട്ടുള്ള താല്പര്യമുള്ള മനുഷ്യരാണ് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോവുക. ഇതാണ് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള ബേസിക് അസംഷൻ. അതിലൊരു ഗവേഷണ ബിരുദം എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആ വിഷയത്തിൽ അത്രയും താല്പര്യം ഉണ്ടാവണം, അല്ലാതെ ആരും അതിന് പോകില്ല. പക്ഷേ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നത് ആ പർപ്പസിലല്ല. അതായത് ഞാനൊരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ, ഞാൻ ഫിസിക്സ് അധ്യാപകനാണെങ്കിൽ എൻ്റെ മുമ്പിൽ ഫിസിക്സ് പഠിക്കാൻ എന്ന് കരുതി വരുന്ന 50 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരിൽ 45 പേർക്കും ഫിസിക്സ് പഠിക്കണം എന്നൊരു താല്പര്യമേ ഇല്ല. അത് പൊതുവെ ടിപ്പിക്കൽ ടീച്ചർമാരാണെങ്കിൽ കുട്ടികളെ കുറ്റം പറഞ്ഞത് അവസാനിപ്പിക്കും. പിള്ളേർ ഒരു താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ അതിനൊരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഒരു വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആ വിഷയത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ വരുന്നു. ആ വിഷയത്തിൽ ഒരു താല്പര്യമില്ലാത്തവർ ചിലപ്പോൾ പഠിപ്പിക്കാനും പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ വിദ്യാഭ്യാസം ഒരു നാടിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. ആ നാട്ടിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വില്ലനെ കണ്ടുപിടിച്ചിട്ട് ആ വില്ലനെ തല്ലുക എന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചോ, ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ ആരും മിണ്ടുന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ നമ്മൾ കേരളത്തെ നടുക്കിക്കൊണ്ട് കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ഉണ്ടായ വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ ദുരന്തം എടുത്തു കഴിഞ്ഞാൽ അതിനോടുള്ള കേരളത്തിൻ്റെ പ്രതികരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വില്ലന്മാരെ കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു. ആരാണ് ഉത്തരവാദി? ഒരാളുടെ പേര് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം പരിഹരിച്ചതുപോലെ. വളരെ സൗകര്യമുള്ള കാര്യമാണ്. കാരണം ഒരു വില്ലനെ കിട്ടിക്കഴിഞ്ഞാൽ വില്ലനെ തല്ലുന്നത് വഴിയാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കാലാവസ്ഥയുടെ വശങ്ങളുണ്ടായിരുന്നു, ഭൂവിനിയോഗത്തിൻ്റെ വശങ്ങളുണ്ടായിരുന്നു, ജലവിഭവ വിനിയോഗത്തിൻ്റെ വശങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ചർച്ചകളെല്ലാം ഒരു 1 ഡയമെൻഷണൽ ചർച്ചകളിലേക്ക് ഒതുങ്ങിപ്പോവുകയും തൊട്ട് 2 ആഴ്ച കഴിയുമ്പോൾ പുതിയൊരു സെൻസേഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ ലജ്ജയോടുകൂടി പറയട്ടെ, ഓരോരുത്തരും പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ ഊന്നിയ ഒരു ചർച്ച കണ്ട സ്റ്റാഫ് റൂം കണ്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫിസിക്സ് സ്റ്റാഫ് റൂമിൽ ഫിസിക്സ് സംസാരിക്കുന്ന സദാസമയം ഫിസിക്സ് സംസാരിക്കണമെന്നല്ല, കുറച്ച് സമയത്തേക്ക് കെമിസ്ട്രിയിലെ അധ്യാപകരുടെയും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയ അധ്യാപകന്റെ പരദൂഷണമൊക്കെ പറയാം. പക്ഷെ വല്ലപ്പോഴുമെങ്കിലും അവരവർ പഠിപ്പിക്കുന്ന ആ വിഷയം അതിൻ്റെ ഒരു പുതിയ ഡെവലപ്മെന്റുകളെ കുറിച്ചോ, അല്ലെങ്കിൽ അതിലേതെങ്കിലും നമുക്ക് മനസ്സിലാവാത്തൊരു ആശയത്തിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ചർച്ച നടക്കുന്ന ഒരു കാഴ്ച ഒന്ന് കാണണം എന്നൊരാഗ്രഹമാണ്. ദാറ്റ് ഈസ് നമ്മൾ ഇംഗ്ലീഷിൽ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് പോലെ. അത്രയും വലിയൊരു പ്രശ്നം കാണാതെ നമ്മൾ അതിന് ചുറ്റും നടന്നിട്ട് മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. നമ്മൾ എന്തിനാണ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇത് പഠിച്ചിട്ട് കുട്ടിക്ക് ജോലി വാങ്ങാനാണ് എന്നാണ്. അതായത് ജോലിക്ക് വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസമായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ മാറ്റിക്കഴിഞ്ഞു. എന്നാൽ അതേസമയം വിദ്യാർത്ഥികളിലേക്ക് വരുമ്പോൾ ഈ അഭ്യാസം കൊണ്ട് ജോലി കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് MSc വരെ എന്തിനോ വേണ്ടി പഠിച്ചിട്ട് ജോലി കിട്ടാൻ വേണ്ടി വേറെ പഠിക്കാൻ പോവുകയാണ് അവർ. അതിന് നമ്മൾ കരിയർ കോച്ചിങ് എന്ന ഓമന പേരിട്ട് നമ്മുടെ നാട്ടിൽ ബാങ്ക് കോച്ചിങ്, UPSC കോച്ചിങ്, SSC കോച്ചിങ്, അങ്ങനെ 4 എന്തിനാണ് ഈ കോച്ചിങ്? ജോലി കിട്ടാൻ. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്? ഈ പഠിക്കുന്നത് ഞാൻ +2 BSc MSc ഒക്കെ പാസ്സാകുന്നത് ജോലി കിട്ടാനാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ജോലിക്ക് വേണ്ടി പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ യുവതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം ഇത് പഠിച്ചിട്ട് ജോലി കിട്ടില്ല, ജോലി കിട്ടാൻ വേറെ പഠിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തത്വമാണ് എന്ന് നമ്മൾ കോളേജിന്റെ ലെറ്റർ പാഡിലും ഫ്രണ്ടിൽ ഗേറ്റിലൊക്കെ എഴുതി വെക്കും. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, വിദ്യ മുക്തിദായകം, ഇങ്ങനെയൊക്കെയുള്ള കുളിരു കോരുന്ന വാചകങ്ങൾ നമ്മൾ എഴുതി വെക്കും. നമുക്കും അറിയാം, കുട്ടികൾക്കും അറിയാം, ഇതൊരു ഗുണ്ട് ഡയലോഗ് മാത്രമാണ്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ആവശ്യമില്ല. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു വചനം കൊള്ളാം, കേൾക്കുമ്പോൾ കൊള്ളാം. നമ്മളാരും നമ്മുടെ അയൽക്കാരെ അങ്ങനെ അകവഴിഞ്ഞ് സ്നേഹിക്കുന്നൊന്നുമില്ല. നമുക്ക് അതിലിറക്കം ഉണ്ടാവും, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു വെറും വാചകമായിട്ട് നമ്മൾ ഇതിനെ കാണും. നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ച അറിവൊന്നും ഉപയോഗപ്പെടുത്തേണ്ടതില്ല, അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഗുണമില്ല എന്നൊരു ധാരണയിലേക്ക് നമ്മളെത്തി. നമ്മൾ ഇനി ഈ അടിസ്ഥാന പ്രശ്നമാണ് ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. ബാക്കി അതിന് മുകളിലുള്ള ചർച്ചയെല്ലാം
ഇത് മരണം കഴിഞ്ഞിട്ട് പിന്നെ ചികിത്സ ചർച്ച ചെയ്യുന്നവരാണ്. മരിച്ചു കഴിഞ്ഞു, നമുക്ക് അതുകൊണ്ട് കാര്യമില്ല.